അങ്ങനെ സൂ ഫ്രം സോ കണ്ടു. പടം വാസ് ഫൺ. മൊത്തത്തിലൊരു പൊട്ടിച്ചിരി മയമായിരുന്നു പടത്തില്. സംഭവം നമ്മള് ഭയങ്കര ബ്രില്യന്റ് കോമഡി അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ഒരു സ്റ്റുപ്പിഡ് ഫൺ മൂവിയാണ്. പടം നമ്മളിപ്പോൾ പറയുമ്പോൾ ഏതാ ഒരു ഗുരുവായൂർ അമ്പലനടയിലോ ആ ഒരു ലെവൽ ഓഫ് കൈൻഡ് ഓഫ് ഒരു കുറേ മണ്ടത്തരങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ എന്തിനാ ചിരിക്കണേ നമ്മൾ തന്നെ തോന്നിച്ച് അങ്ങനെ ഒരു ചിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ബേസിക്കലി. പക്ഷേ വാസ് മാഡ് ഫൺ. സംഭവം നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഓവർ ദ ടോപ്പ് ആ ലെവൽ ഓഫ് കോമഡി ഒക്കെ ആയിട്ട് പോയിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ച് സീരിയസ് എലമെന്റ്സ് ഒക്കെ വന്ന് ആഡപ്പായി പിന്നെ ഒരു നല്ല സോഷ്യൽ മെസ്സേജും ആ ഒരു സംഭവം അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് ഭയങ്കര പ്രീച്ചി. ലൈക്ക് നമുക്ക് ഭയങ്കര ഉപദേശം തന്നു നന്നാക്കാൻ നടക്കണ പോലെയൊന്നുമല്ല. സ്റ്റിൽ ആ കോമഡി എലമെന്റ്സ് അതേപോലെ തന്നെ പോകും സെക്കൻഡ് ഹാഫിലും. സോ അങ്ങനെ പോയി ചെറിയ മാസ് എലമെന്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാം കൂടി ഒരു നല്ല ബ്ലെൻഡാണ്. കുറേ ഫാമിലി ഇമോഷൻസും എല്ലാം കൂടി ആയിട്ട് പടത്തിന്റെ ട്രെയിലർ ഉണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടി കാണും. ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ പടത്തിന്റെ ബേസ് കോമഡിയാണ്. സോ ആ ഒരു മൂഡിലാണ് പടം മൊത്തം പിടിച്ചു പോയേക്കുന്നത്. പടം ഇസ് ഡയറക്റ്റഡ് ബൈ JP തുമ്മിനാട് ആൻഡ് ഹീസ് റിട്ടൺ ദ സെയിം തിങ്. സോ മച്ചാനെ സമ്മതിച്ചു കൊടുക്കണം. പടത്തിലെ നായകനും അദ്ദേഹം തന്നെയാണ്. പക്ഷേ നായകൻ എന്ന് പറയാൻ പറ്റില്ല, ഇതിലെ എല്ലാവരും വൻ പെർഫോമേഴ്സ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് നമുക്ക് പക്ക നായകൻ, പക്ഷേ ഒരു മെയിൻ ക്യാരക്ടർ പുള്ളി തന്നെയാണ് ചെയ്തേക്കണേ. സോ ഓവറോൾ മച്ചാൻ്റെ സ്വന്തം ഫസ്റ്റ് ഡെബ്യൂ പടം ആൾ തകർത്തടി എന്ന് പറയാം. നമുക്ക് ഈ റൈറ്റിങ്ങിലെ ബ്രില്യൻസ് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അറിയാത്ത സംഭവങ്ങൾ എന്തെങ്കിലും ഭയങ്കര ഫ്രഷ് ഐഡിയാസ് സംഭവമൊന്നുമല്ല, പക്ഷേ ഇതിനെ കറക്റ്റ് വേണ്ട ലെവലിൽ ആഡ് ചെയ്ത് പോയിക്കുന്നതാണ് ആ സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ്. കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കോമഡിയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള കോമഡിയൊക്കെ ആണല്ലോ എന്ന് തോന്നും, പക്ഷേ ആ സിറ്റുവേഷനിൽ അതിനെ കൊണ്ടിടുമ്പോൾ കുറച്ചും കൂടെ ഫണ്ണിയർ ആവും. സോ നമ്മൾ വീണ്ടും ചിരിക്കും. ആ ഒരു മോഡാണ്. ഏകദേശം പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ കുറേ ദിലീപ് സിനിമകളിലെ കോമഡികൾ പോലത്തെ അങ്ങനത്തെ കുറേ മണ്ടൻ കോമഡികൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ആ ഒരു വേൾഡിൽ ആ ഒരു മൂഡിൽ നമ്മളിരുന്ന് കാണുമ്പോൾ ഇതൊന്നും വലിയ സീനല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പടം ഹൊറർ ഒരു എലമെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ബേസിക്കലി ഒരു പ്രേതം അതാണ് അതിൻ്റെ ഒരു സംഭവം. ആ ഒരു പ്രേതത്തിനെ ബേസ് ചെയ്തിട്ടാണ് പടത്തിൻ്റെ ഹോൾ കഥ റിവോൾവ് ചെയ്യണത്. സോ ആ ഒരു പ്രേതം വരുന്നതും അതെങ്ങനെ സംഭവിക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര ഫണ്ണിയാണ് ആക്ച്വലി. സോ അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെങ്ങനെയൊക്കെയായി മാറുന്നു എന്നുള്ളൊരു സംഭവം അവരത് ആ ഒരു ലെവലിൽ സ്റ്റോറി ബിൽഡ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ട് നല്ല ഓവറാണല്ലോ ഇതെന്തൊക്കെയാണ്, പിന്നെ പാട്ട് വരുന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണതെന്നൊക്കെ തോന്നുന്നിടത്തുനിന്ന് പടം ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോഴേക്കും വേറൊരു മൂഡിലോട്ട് പടം പോയി നമ്മളിങ്ങനെ ഈജാതി ലെവലിലേക്ക് ഇവർ എങ്ങനെ കണക്ട് ചെയ്തെടുത്തു എന്നൊക്കെ എനിക്ക് കണ്ടപ്പോൾ അത് അറ്റ്ലീസ്റ്റ് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മെസ്സേജിങ് എന്ന് പറയുന്നത് കുറേ സംഭവങ്ങളെ കുറിച്ച് ടച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ ഒന്നും നമുക്കിങ്ങനെ ഓൺ ദ ഫേസ് അല്ല. നമ്മളെല്ലാം ചെറിയ ചെറിയ സട്ടിൽ തിങ്സ് ആണ്. നമുക്ക് നായകൻ ആദ്യം കാണിക്കുന്ന നായകൻ ചെയ്യുന്ന നോർമൽ ആൾക്കാർ ചെയ്യുന്ന പോലത്തെ കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെയൊക്കെ പിന്നെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ അതിനെ സട്ടിലായിട്ട് നായകൻ അത് റിയലൈസ് ചെയ്യുന്ന കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് പടത്തിൽ പോയേക്കണേ. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വരുമ്പോഴാണ് ഞാൻ റൈറ്റിംഗ് ഭയങ്കര ഇത് നോർമൽ സംഭവങ്ങളാണ്, പക്ഷേ ഇതിനെല്ലാം ഇതിലോട്ട് കണക്ട് ചെയ്ത് ആ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ സെറ്റാക്കിയതിന് സമ്മതിച്ചു കൊടുക്കണം. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നായകൻ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ളവരൊന്നും പറയണ്ട. ആ ഒരു ഹോൾ വില്ലേജാണ്, അതൊരു ലെവലാണ്. ആ പടത്തിലെ നമുക്ക് എടുത്തു പറയാൻ ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഓരോ ക്യാരക്ടറും നമുക്ക് എടുത്തു പറയാനുള്ള ലെവലിൽ പെർഫോമൻസ് ആണ് എല്ലാവരും. നമുക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ പടം കണ്ടവർക്കാണെങ്കിൽ ബാവ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ കണ്ണ് കാണാത്തൊരു അപ്പച്ചൻ, പിന്നെ മെയിൻ ഹീറോ പുള്ളിക്ക് അതൊന്നും ചെയ്യാനില്ല, പുള്ളി പക്ഷേ ഉള്ളത് നൈസായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടി ഉണ്ട്, പുള്ളി വന്ന് ഒരു ആറാടലുണ്ട് പുള്ളി ഫസ്റ്റ് ഹാഫിൽ ഒരു മോഡാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും പുള്ളിയുടെ ഒരു അവസ്ഥ കാരണമുള്ളൊരു മോഡൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി ഭയങ്കര സൈഡ് ചെയ്തിട്ടുണ്ട്. ആ മച്ചാനെ നമ്മൾ ഗരുഡഗമനയിൽ കണ്ടിട്ട് ഇതിൽ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ ഈ കാണിക്കണേന്നൊക്കെ ഒന്ന് തോന്നിപ്പോൾ നമുക്ക്. പിന്നെ നമ്മൾ നായകൻ എന്ന് JP തുമ്മിനാടിനെ പറഞ്ഞാൽ പോലും പടത്തിൽ ശരിക്കും നമുക്കൊരു നായകൻ ഫിഗർ ആയിട്ട് തോന്നുന്നത് ഇതിലെ രവിയണ്ണ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആ റോൾ ചെയ്തേക്കുന്നത് ഷനീൽ ഗൗതം. മച്ചാൻ ഒരു രക്ഷയില്ല. ആ ഒരു സംഭവം ആ ഒരു ക്യാരക്ടർ പിടിച്ച് മച്ചാൻ്റെ ആ ഒരു കുറേ ആക്ഷൻസും കുറേ ആ ഒരു ആറ്റിറ്റ്യൂഡും സംഭവിക്കുന്നുണ്ട്, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ നാട്ടിൽ അതേപോലത്തെ ഒരു മച്ചാനെ കണ്ടു കാണും. ആ ഒരു ലെവലിലാണ് മച്ചാൻ ചെയ്തു വെച്ചേക്കണേ. പക്ഷേ പുള്ളിയുടെ ആണ് ശരിക്കും നമുക്കൊരു പക്ക ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും അല്ല, മെയിൻ ക്യാരക്ടേഴ്സിനും ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. പക്ഷെ പുള്ളിയുടെയാണ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുക. ആൻഡ് ഓൾസോ ഇതിലെ മെയിൻ ഫീമെയിൽ ലീഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സന്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരി ഭയങ്കര സൈഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിനെ നമ്മൾ കാണുമ്പോൾ തൊട്ടുള്ള ആ ഒരു സംഭവം ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് വരുമ്പോഴേക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം വരുന്ന അങ്ങനത്തെ ഒരു സംഭവം. അതൊക്കെ ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രവിയണ്ണയുടെ കൂടെ നടക്കുന്ന കുറേ ടീമുകളുണ്ട്, അവരൊക്കെ പൊളിയാണ്. ഓരോരുത്തർക്കും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടേഴ്സും അവരെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ സിറ്റുവേഷണൽ കോമഡി ഇതൊക്കെ പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ കുറേ കോമഡികളൊക്കെ റിപ്പീറ്റേറ്റീവ് ആണ്, പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്.
സോ പക്ഷേ എനിക്ക് ഈ സിറ്റുവേഷനിലും ആ ഒരു മോഡിലൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടത്തിന് ക്യാമറ ഈസ് ബൈ എസ് ചന്ദ്രശേഖരൻ. പുള്ളിയുടെയും എനിക്ക് വർക്ക് നൈസായിട്ട് തോന്നി. നമുക്ക് വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ എന്നാൽ ചില മൊണ്ടാജസ് ഒക്കെ ഭയങ്കര നമ്മുടെ നാട്ടിൻപുറത്തെ സെറ്റപ്പുകൾ കാണിക്കുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. അറ്റ് ദ സെയിം ടൈം നമ്മളിതൊരു കോമഡി ഹൊറർ ആ ഒരു എലിമെന്റിലാണല്ലോ പിടിച്ചേക്കണം. അപ്പോൾ ചില ഷോട്ടുകളൊക്കെ നോർമലായിട്ട് എടുക്കുന്ന ഷോട്ട് ഭയങ്കര ഒരു നൈസായിട്ട് പുള്ളി എടുത്തേക്കണ ആയിട്ട് എനിക്ക് തോന്നി ചില സീക്വൻസുകളൊക്കെ. സോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ സിനിമാറ്റോഗ്രഫി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചില സീക്വൻസസും ചില ഷോട്ട്സൊക്കെ നൈസായിട്ട് നോട്ടീസ് ചെയ്തായിരുന്നു. ആൻഡ് പടം ഈസ് എഡിറ്റഡ് ബൈ നവീൻ ഷെട്ടി. പുള്ളിയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ കോമഡി സംഭവങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണല്ലോ, അത് ശരിക്കും ആ എഡിറ്റിംഗിൽ അവർ കീപ്പ് അപ്പ് ചെയ്ത് പോകുന്നതാണ്. ബോർ അടിച്ചിട്ട് ലാഗ് അടിച്ച് അങ്ങനത്തെ ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടി ആ ഒരു പേസ് കീപ്പ് ചെയ്ത് പോകുന്നത് ആ എഡിറ്റിങ്ങിന്റെ സംഭവം സമ്മതിച്ചു കൊടുക്കണം. പിന്നെ പടത്തിലെ സോങ്സ് ചെയ്തേക്കുന്ന ഒരു സുമേദ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണെന്നാണ് കേട്ടത്. ഞാൻ ഒരു രാജ് പി ഷെട്ടിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് 20 years ഓൾഡ്, പുള്ളി കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പുള്ളിയുടെ സോങ് വേണമെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ കിട്ടുള്ളായിരുന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പറയാനായിട്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റാണ് മച്ചാൻ. ഇതിലാണ് ഡെബ്യൂ ഫിലിം ട്രാക്ക് ചെയ്തേക്കണേ. ആൻഡ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് ബൈ സന്ദീപ് തുളസിദാസ്. ആൻഡ് മച്ചാൻ മലയാളിയാണെന്നാണ് ഞാൻ കേട്ടത്. പുള്ളി രാജ് പി ഷെട്ടി ഇതേപോലെ തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ രണ്ടുപേരാണ് സോങ്സും സ്കോറും രണ്ടും നൈസാണ്. സ്കോർ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കോമഡി സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ഇച്ചിരി ഓവർ സ്കോർഡ് ആണെന്നൊക്കെ എനിക്ക് ചെറുതായിട്ട് തോന്നിയായിരുന്നു, ഇത്രയും മ്യൂസിക് വേണ്ടി ആവശ്യം ഉണ്ടോയെന്നൊക്കെ. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് ആ ഒരു ഇമോഷണലും ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ട് മാസ് എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും മ്യൂസിക് നൈസായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പടം ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ രാജ് പി ഷെട്ടി. സോ മച്ചാൻ്റെ ലൈറ്റർ ബുദ്ധ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ഇങ്ങനെ കുറേ വെറൈറ്റി പടങ്ങളൊക്കെയാണ് നോർമലി ചെയ്യാറുള്ളൂ. ഇതും അവരൊരു ഭയങ്കര സിമ്പിൾ പടമായിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കുന്നതും ആ ഒരു ലെവലിലാണ് അത് കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. പക്ഷെ പടത്തിന്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു കമ്മ്യൂണൽ എക്സ്പീരിയൻസ് ആണ് പടത്തിനെ ഇത്രയും ഹൈപ്പിൽ എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി പടം ഓൾറെഡി മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്, തെലുങ്കിൽ അടുത്ത ആഴ്ച കണ്ട് റിലീസ് ആകാൻ പോകുന്നു കേട്ടു, ഹിന്ദിയിൽ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ഹിന്ദിയിൽ റീമേക്ക് റൈറ്റ്സ് ചോദിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി അക്ഷയ് കുമാർ ആണോ അഭിനയിക്കാൻ പോണേ, കർത്താവിനറിയാം. എനിവേ ഓവറോൾ എനിക്ക് പടം നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം പടം കണ്ടപ്പോൾ എൻജോയ് ചെയ്തു. പറ്റുമെങ്കിൽ ഒന്നുകൂടെ പോകണം എന്നൊക്കെ ഉണ്ട്. ഞാൻ കന്നഡ വെർഷനാണ് കണ്ടത്, പക്ഷേ സബ്ടൈൽസ് ഒക്കെ ആയിട്ട്. പക്ഷേ നമുക്ക് ആ ഒരു കറക്റ്റ് ഇമോഷൻസ് ഒക്കെ നമുക്ക് കൺവേ ആവുന്നുണ്ട്. എനിക്ക് കുറച്ചൊക്കെ കന്നഡ മനസ്സിലാവുള്ളൂ, ബാക്കി നമ്മൾ സബ്ടൈറ്റിൽ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ കണ്ട ക്രൗഡ് പേരും കന്നഡയായിരുന്നു ഇവിടെ. പക്ഷേ എന്നിട്ടും ആ ഒരു ഇൻഫെക്ഷ്യസ് ചിരി ഉണ്ടല്ലോ, ആ സംഭവമാണ് ബേസിക്കലി. ഞാൻ ചിലതിൻ്റെ ഇരുന്ന് ചിരിക്കുമ്പോൾ സൈഡിലുള്ളവർ ചിരിക്കുന്നുണ്ട്, ചിലവരെന്നാൽ നമ്മൾ ഇത് കണ്ട് ചിരിക്കാൻ വരുമ്പോഴേക്കും ബാക്കിയുള്ളവരെ ചിരി കേൾക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ പടങ്ങൾ കുറേയും കൂടെ തിയേറ്ററിൽ വർക്കാവുന്നതെന്ന് തോന്നുന്നു. ഈ പടം എത്രത്തോളം ഇനി OTT വന്നു കഴിയുമ്പോൾ എത്രത്തോളം ഇതായിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു മൂഡിലിരുന്ന് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. സോ നാട്ടിൽ ഇറങ്ങിയിട്ട് നിങ്ങളാരെങ്കിലും ഇതുവരെ പടം കണ്ടോ, എന്താണ് നിങ്ങളുടെ കണ്ടിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻ്റായിട്ട് പറയുക. I'll see you guys in the next one.